ഹായ്, എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ സെയിൽസിനുള്ള കളക്ഷൻസിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഇന്നത്തെ പാർട്ട് വീഡിയോ. നമ്മുടെ കയ്യിലുള്ള നോർമൽ വെറൈറ്റീസും പ്രീമിയം വെറൈറ്റീസുമായിട്ടുള്ള അഡീനിയം പ്ലാന്റ്സ് കളക്ഷൻസിൻ്റെ 10 പാർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കാണുക കേട്ടോ, നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മുടെ കയ്യിലുള്ള സെയിൽസ് പാർട്ടിൽ, അതായത് ഏതൊക്കെ പ്ലാൻസ് അവൈലബിൾ ആയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഫ്ലവേഴ്സ് കാണിച്ചു തരാം, അതിൻ്റെ കോഡും കൂടെ പറഞ്ഞു തരാം. അപ്പം ആവശ്യമുള്ളവർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പറുണ്ട്, അതിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലവർ എന്ന് പറയുന്നത് ഈ ഒരു റോസും വൈറ്റും കൂടെ ചേർന്നൊരു ഫ്ലവർ, കോഡ് നൽകുന്നത് R169 എന്നാണ്. നല്ലൊരു ഫ്ലവറാണ്, മൾട്ടിപ്പറ്റലാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ ഫ്ലവറാണ്, മൾട്ടിപ്പറ്റൽ തന്നെയാണ്. കോഡ് വരുന്നത് R168 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു റോസ് പ്ലസ് വൈറ്റ്, കോഡ് വരുന്നത് R164 എന്നാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു വയലറ്റ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന മൾട്ടിപ്പറ്റൽ ഫ്ലവർ, കോഡ് 162. നെക്സ്റ്റ് വരുന്നത് ഒരു റോസ് പ്ലസ് വൈറ്റ് ഫ്ലവറാണ്, കോഡ് R151. നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ പ്ലസ് റെഡ് ഷെയ്ഡിൽ വരുന്ന ഫ്ലവർ, കോഡ് R142. നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നൊരു ഫ്ലവറാണ്, നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്, കോഡ് വരുന്നത് 140. നെക്സ്റ്റും സെയിം കളർ ഷെയ്ഡ് തന്നെയാണ്, ഒരു പിങ്ക് പ്ലസ് വൈറ്റ്, പക്ഷേ നല്ല വ്യത്യാസമുണ്ട് അതിൻ്റെ ഡിസൈനിലും പെറ്റൽസിൻ്റെ ഒക്കെ ഷേപ്പിൽ. കോഡ് വരുന്നത് 139. നെക്സ്റ്റ് വരുന്നത് കുറച്ചും കൂടി റോസ് കളറാണ്, റോസ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നൊരു ഫ്ലവർ, കോഡ് വരുന്നത് 130. നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക്, ഒരു 3 കളറുണ്ട്, ഒരു വയലറ്റ് പ്ലസ് റെഡ് പ്ലസ് വൈറ്റ് ആണ്, മൾട്ടിപ്പറ്റലാണ്, കോഡ് വരുന്നത് 125. നെക്സ്റ്റ് വരുന്നത് വയലറ്റ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നൊരു ഫ്ലവർ, കോഡ് വരുന്നത് 122. നെക്സ്റ്റ് വരുന്നത് ഒരു റോസ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ 121 എന്നാണ് കോഡ് വരുന്നത്. ഈ ഫ്ലവേഴ്സ് എല്ലാം നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസ്, അഡീനിയം കളക്ഷൻസിൽ കണ്ടിട്ടുണ്ടാകും. മിക്ക ഫ്ലവേഴ്സും അതിലുള്ള ഫ്ലവേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവറിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് 77. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു ഫ്ലവറാണ്, മൾട്ടിപ്പറ്റൽ, കോഡ് വരുന്നത് R63. നെക്സ്റ്റ് വരുന്നതും നമ്മൾ കളക്ഷൻസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ കളക്ഷൻസ് ഇട്ടപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഓർഡറൊക്കെ വന്നു കേട്ടോ. നമുക്ക് ഒത്തിരി സന്തോഷമായി, കുറച്ച് പേരൊക്കെ ഓർഡർ ചെയ്തു. ഈ പ്ലാന്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒത്തിരി സന്തോഷമായി. നമ്മളെ കളക്ഷൻസ് ഇട്ടപ്പോൾ തന്നെ ഓർഡർ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല, സെയിൽ വീഡിയോയും കൂടെ കിട്ടിയതിന് ശേഷമായിരിക്കും വരുന്നതെന്നൊക്കെ വിചാരിച്ചു നമ്മൾ. പക്ഷേ എന്തോ നമുക്ക് ഭയങ്കര ഒത്തിരി സന്തോഷമായി കേട്ടോ. അപ്പം ഈ ഒരു ഫ്ലവറിന് കോഡ് വരുന്നത് R59. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് പ്ലസ് വൈറ്റ് ഷെയ്ഡാണ്, കോഡ് R54. നെക്സ്റ്റ് വരുന്നതും സെയിം കളർ തന്നെയാണ്, കളർ കോമ്പിനേഷൻ, പക്ഷെ നല്ല ഡിഫറൻസ് ഉണ്ട് പെറ്റൽസിലൊക്കെ. കോഡ് വരുന്നത് R38. നെക്സ്റ്റ് വരുന്നത് റെഡ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഫ്ലവറാണ്, കോഡ് വരുന്നത് R33. നെക്സ്റ്റ് വരുന്നത് ഒരു വയലറ്റ് ആണ്, വയലറ്റ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു മൾട്ടിപ്പറ്റൽ ഫ്ലവർ, കോഡ് വരുന്നത് 27. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് ഫ്ലവറാണ്, നല്ല ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും. ഈ ഫ്ലവറിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് 17. ഒരു റെഡ്, പ്യുവർ റെഡ് അല്ല, ഒരു റോസ് ഷെയ്ഡിലും ഒരു റെഡും എന്ന് തോന്നിക്കുന്ന ഒരു കളറും പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്, കോഡ് വരുന്നത് R16. നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ആണ്, പ്യുവർ വൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ലൈറ്റ് റോസ് ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. ഈ ഫ്ലവറിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് 15. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് ഫ്ലവറാണ്, ഫുൾ റെഡ് അല്ല, അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ വരുന്നുണ്ട്, നല്ലൊരു കളറാണ്, കോഡ് വരുന്നത് R14. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പ്യുവർ വൈറ്റ് ഷെയ്ഡ് ഫ്ലവറാണ്, കോഡ് വരുന്നത് R13.
നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന നല്ലൊരു എന്താ പറയുക നല്ലൊരു പ്ലസൻറ്റ് നല്ലൊരു ഫ്ലവറാണ്. ഈ ഫ്ലവറിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R6. നെക്സ്റ്റ് വരുന്നതും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അതായത് ഒരു പിങ്ക് ഷെയ്ഡും വൈറ്റും, പക്ഷേ ഈ വൈറ്റിൻ്റെ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. നല്ല രസമാണ്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് R5. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ലൈറ്റ് പിങ്ക് ആണ്. കോഡ് വരുന്നത് R4. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു മൾട്ടിപെറ്റൽ ഫ്ലവർ. കോഡ് വരുന്നത് R1. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ പ്ലസ് റോസ് ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലവറാണ്. കോഡ് നൽകിയിട്ടുള്ളത് 26. നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്ലവറാണ്. ഒത്തിരി വലുതാവില്ല കേട്ടോ, പക്ഷെ ഒരു നല്ലൊരു ക്യൂട്ട്നെസ് തോന്നിക്കുന്ന ഒരു ഫ്ലവറാണ്. ഒത്തിരി വലുതാവില്ല, പക്ഷെ കാണാൻ നല്ല രസമാണ്. ഈ ഫ്ലവറിന് കോഡ് നൽകിയിട്ടുള്ളത് 137. നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് പ്ലസ് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു മൾട്ടിപെറ്റൽ ഫ്ലവറാണ്. കോഡ് നൽകിയിട്ടുള്ളത് 123. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മൾട്ടിപെറ്റൽ ഫ്ലവറാണ്. റെഡ് പ്ലസ് വൈറ്റ് ഷെയ്ഡാണ്. ഇതും കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഈ ഫ്ലവേഴ്സിനും. കോഡ് നൽകിയിട്ടുള്ളത് 104. നെക്സ്റ്റ് വരുന്നത് കുറച്ചൊരു വെറൈറ്റിയാണ്. ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ഫ്ലവറാണ്. കോഡ് നൽകിയിട്ടുള്ളത് 112. നെക്സ്റ്റ് കുറച്ച് കളേഴ്സ് മിക്സ് ചെയ്തൊരു കളറാണ്. ബ്ലാക്കും ഒരു വയലറ്റ് ഷെയ്ഡും പിന്നെ റെഡും വൈറ്റും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഫ്ലവറാണ്. കോഡ് നൽകിയിട്ടുള്ളത് 119. നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ പ്ലസ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന മൾട്ടിപെറ്റൽ ഫ്ലവറാണ്. കോഡ് നൽകുന്നത് 107. നെക്സ്റ്റ് വരുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതും റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്തൊരു കളർ കോമ്പിനേഷനാണ്. കോഡ് വരുന്നത് 124. നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ പ്ലസ് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്ലവറാണ്. ഒത്തിരി വലുതാവില്ല, ഒരു നല്ല കുഞ്ഞല്ല, പക്ഷെ ഒരു കുഞ്ഞ് ഫ്ലവർ ആയിരിക്കും, പക്ഷെ നല്ല രസമാണ് കാണാൻ. കോഡ് വരുന്നത് 130. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡാണ്. റെഡിൽ വൈറ്റ് ഷെയ്ഡ് മാത്രം എഡ്ജസ്റ്റിൽ, ഇതൊക്കെ നമ്മുടെ പ്രീമിയം വെറൈറ്റീസിൽ കണ്ടിട്ടുണ്ടാകും. കോഡ് വരുന്നത് 102. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് പ്ലസ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു മൾട്ടിപെറ്റൽ ഫ്ലവറാണ്. കോഡ് വരുന്നത് 105. നെക്സ്റ്റ് വരുന്നതും കുറച്ച് കളർ മിക്സ് ചെയ്തതാണ്. ഒരു ബ്ലാക്ക് ആയിട്ട് വരും അവസാനം, അതായത് ഒരു വയലറ്റ് ഷെയ്ഡാണ്, പക്ഷെ ഇത് നല്ല പൂത്ത് വരുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് മാറും. റെഡും വൈറ്റും ഒക്കെ ചേർന്നിട്ടൊരു ഫ്ലവറാണ്. നല്ലൊരു ഫ്ലവറാണ്. കോഡ് വരുന്നത് 114. നെക്സ്റ്റ് വരുന്നത് ഇതിനും നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് പ്ലസ് റെഡ് ഷെയ്ഡിൽ വരുന്നൊരു മൾട്ടിപെറ്റ്, നല്ല രസമാണ് കാണാൻ. പ്രീമിയത്തിൽ വരുന്ന ഒരു കളക്ഷൻ ആയിരുന്നു. കോഡ് വരുന്നത് 299. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വയലറ്റ് പ്ലസ് റോസ് ഷെയ്ഡിൽ വരുന്നൊരു ഫ്ലവറാണ്. കോഡ് വരുന്നത് 271. നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് പ്ലസ് റെഡ് ഷെയ്ഡാണ്. പ്യുവർ വൈറ്റ് എന്നുള്ള ഒരു ക്രീം വൈൻ, ഒരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാം. കോഡ് വരുന്നത് 270. നെക്സ്റ്റ് വരുന്നത് പിങ്ക് പ്ലസ് റോസും ഒരു വൈറ്റ് ഷെയ്ഡും കൂടെയാണ്. വൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആ വൈറ്റ് കുറച്ച് കഴിയുമ്പോൾ ഒരു പിങ്ക് ആയിട്ട് തന്നെ മാറും. പിങ്കും ഒരു റെഡ് ഷെയ്ഡും കൂടെ വരുന്നൊരു ഫ്ലവറാണ്. കോഡ് വരുന്നത് 249. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന നല്ലൊരു ഫ്ലവറാണ്. കോഡ് വരുന്നത് 273. നെക്സ്റ്റ് വരുന്നത് റോസ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നൊരു മൾട്ടിപെറ്റൽ ഫ്ലവറാണ്. കോഡ് വരുന്നത് 283. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വയലറ്റ് ഫ്ലവർ നമ്മുടെ കളക്ഷൻസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് എൻക്വയറി ഉണ്ടായിരുന്നു. ഞാൻ ഓർമ്മ വരുന്നതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവറിന് 269 എന്നാണ് കോഡ് നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു വയലറ്റ് ഫ്ലവറാണ്. കോഡ് വരുന്നത് 215. നെക്സ്റ്റ് വരുന്നത് റെഡ് പ്ലസ് ഒരു യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ പ്ലസ് ഓറഞ്ച് എന്ന് പറയാം, അങ്ങനെ ഒരു കളറാണ്. കോഡ് വരുന്നത് 226. നെക്സ്റ്റ് വരുന്നത് റോസ് പ്ലസ് ഒരു വൈറ്റ് ഷെയ്ഡാണ്. ക്രീം, ഒരു ഓഫ് വൈറ്റ് ക്രീം, ആ ഒരു ഷെയ്ഡിൽ വരുന്നതാണ്. കോഡ് വരുന്നത് 203. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു വയലറ്റ് ഷെയ്ഡാണ്. പക്ഷേ ആ വയലറ്റ് ബ്ലാക്ക് ആവും. ബ്ലാക്ക് പ്ലസ് റെഡ് ഷെയ്ഡിൽ വരുന്ന നല്ലൊരു ഫ്ലവറാണ്. കോഡ് വരുന്നത് 216. നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡും റെഡും കൂടെ ഒരു കലർന്ന ഒരു കളറാണ്.
മൾട്ടിപെറ്റൽ തന്നെയാണ്. കോഡ് വരുന്നത് 234. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വയലറ്റ് പ്ലസ് യെല്ലോ ഷെയ്ഡാണ്, ലൈറ്റ് യെല്ലോ ആണ്. കോഡ് വരുന്നത് 233. നെക്സ്റ്റ് കുറച്ച് കളർ മിക്സാണ്, അതായത് റെഡും വയലറ്റും വൈറ്റും ഒക്കെ മിക്സ് ചെയ്തൊരു കളർ കോമ്പിനേഷനാണ്. കോഡ് വരുന്നത് 209. നെക്സ്റ്റ് വരുന്നത് ഒരു വയലറ്റ് പ്ലസ് റെഡ് ഷെയ്ഡ് വരുന്നൊരു കളറാണ്, നല്ല രസമാണ്. കോഡ് വരുന്നത് 204. നെക്സ്റ്റ് നല്ലൊരു കളർ കോമ്പിനേഷനാണ്, നല്ല റെഡും വയലറ്റും കൂടെ ചേർന്നൊരു കളറാണ്. എഡ്ജസിൽ മാത്രം വയലറ്റ് ഷെയ്ഡും പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് പെറ്റൽസിലേക്ക് വരുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ മാത്രം ഒരു വൈറ്റ് ലൈനും വരുന്നുണ്ട്, നല്ല രസമാണിത്. കോഡ് വരുന്നത് 212. നെക്സ്റ്റ് നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോയാണ്. യെല്ലോയുടെ ആ ഒരു എഡ്ജസിൽ മാത്രം പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്, വളരെ നൈസ്, വളരെ തിന്നായിട്ട്. കോഡ് വരുന്നത് 220. നെക്സ്റ്റ് വരുന്നത് റെഡ് പ്ലസ് വയലറ്റ് ഷെയ്ഡ് തന്നെയാണ്. കോഡ് വരുന്നത് 221. നെക്സ്റ്റ് ഒരു വയലറ്റ് പ്ലസ് വൈറ്റ് ഷെയ്ഡും റെഡും കൂടെ കലർന്ന ഒരു കോമ്പിനേഷനാണ്. കോഡ് വരുന്നത് ALA 30. സോ ഇത്രയാണ് നമ്മളെ സെയിൽസ് പാർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സും അതിൻ്റെ കോഡും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം. പിന്നെ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്താലും നമ്മൾ റിപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഈ സെയിൽ പാർട്ടിന് നമ്മൾ വയ്ക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങൾ ഇന്ന് നിൽക്കാൻ വെച്ചിരിക്കുന്ന ചെടികളുടെ സൈസാണ് കാണിക്കുന്നത്. അതിന് ആദ്യം ഈ ആസാ ബേഡിൻ്റെ സൈസ് 12 ഇഞ്ചാണ്, അത് ആദ്യം മാർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തത് 24, ഇത് 18, ഇത് 24. നമുക്കിനി അടുത്ത് ചെടികളെടുത്തുള്ളത് സൈസ് നോക്കാം. ഇത് 12 ഇഞ്ചിൻ്റെ ചെടികളാണ്. ഇത് 12 ഇഞ്ചാണ്. അടുത്ത സൈസ് എടുത്ത് വരാം. ഇത് 24 സൈസാണ്. ഇത് 18 സൈസാണ്. ഇതും 18 സൈസാണ്. നമ്മളിപ്പോൾ ഈ 2 സൈസിലുള്ള ചെടികളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പ്ലാൻ സൈസിൻ്റെ ഏകദേശം ഒരു രൂപം കിട്ടിയെന്ന് വിചാരിക്കുന്നു. പറഞ്ഞത് മനസ്സിലായോ അമ്മ? അതായത് ഫസ്റ്റ് പ്ലാൻ സൈസ് എന്ന് പറയുന്നത് 6 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെ ആയിരിക്കും. സെക്കൻഡ് പ്ലാന്റ് വരുന്നത് 12 ഇഞ്ച് ടു 18 അല്ലെങ്കിൽ 20 ആ ഒരു റേഞ്ചിലായിരിക്കും സെക്കൻഡ് കാറ്റഗറി വരുന്നത്. പ്രീമിയം കളക്ഷൻസ് ആയിരിക്കും അതിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ 2 സൈസിലുമായിരിക്കും
പ്ലാൻസ് അവൈലബിൾ ആയിട്ട് വരിക. പിന്നെ ഇപ്പം ഈ ഇതിപ്പോൾ കളക്ഷൻസിലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം സ്പീഡ് പറഞ്ഞു പോയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു കറക്റ്റ് ഏത് കോഡാണ് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വാട്സാപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൽ കയറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ പ്ലാന്റ് ഏതാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും സൈസും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം പ്രീമിയം കളക്ഷൻസിന് 170 ഇട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എന്ന് വിചാരിക്കുന്നത്. പിന്നെ നമുക്കിപ്പം വ്യൂസൊക്കെ വരുന്നുണ്ട്, ചെറുതായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. കുഴപ്പമില്ല, അത് സാവധാനം ഇമ്പ്രൂവ് ആവും. കുറച്ചൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ഇങ്ങനെ ചെയ്യുന്നില്ല, വ്യൂസ് ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് അതിനകത്ത് വരുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ബൈ. സോ ബൈ ഫ്രം എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനൽ.